السلام عليكم ورحمة الله وبركاته. كتاب المتفرد درس 4. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. شروط الوضوء والغسل. കുളിയുടെയും വുളൂഇൻ്റെയും ഷർത്തുകൾ, നിബന്ധനകൾ. സാധാരണ കുളിക്കുന്ന ഒരു കുളി അതൊരു ഫർളോ സുന്നത്തോ ആയ കുളി ആവണമെങ്കിൽ, സാധാരണ നമ്മൾ ചെയ്യുന്ന ആ വുളൂഅ് ശരിയാവണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ഷുറൂത്തുകളുണ്ട്. ഷുറൂത്തും ഫുറൂലും തമ്മിലുള്ള വ്യത്യാസം, ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് നിർബന്ധമായി ആവശ്യം വരുന്നതും അതേസമയം ആ കർമ്മത്തിൻ്റെ ഭാഗമല്ലാത്തതുമായ പ്രവർത്തനങ്ങളാണ്. ആ കർമ്മത്തിലുടനീളം അത് വേണ്ടി വരും, അതേസമയം ആ കർമ്മത്തിൻ്റെ ഭാഗമല്ലാതെ. ഫർള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർള് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് നിർബന്ധമായി ആവശ്യമുള്ളതും. ആദ്യത്തെ ഭാഗം രണ്ടും ഒരേപോലെ തന്നെയാണ്. ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് നിർബന്ധമായും ആവശ്യമുള്ളത് എന്ന് പറഞ്ഞത് ഷർത്തിലും ഫർളിലും ഒരേപോലെ ഉണ്ടാകും. ഫർളാകുമ്പോൾ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് നിർബന്ധമായി ആവശ്യമുള്ളതും ആ കർമ്മത്തിൻ്റെ തന്നെ ഭാഗമായതുമായ കാര്യങ്ങൾക്കാണ് ഫർള് എന്ന് പറയാം. ഷർത്ത് എന്ന് പറഞ്ഞാലും നിർബന്ധമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ആ കർമ്മത്തിൻ്റെ ഭാഗമായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് നിബന്ധനകൾ എന്ന് പറയുന്നത്. ഷുറൂത്തുൽ വുദൂഇ വൽ ഗസ്ലി, കുളിയുടെയും വുദൂഇൻ്റെയും നിബന്ധനകൾ, ഷർത്തുകൾ. വ ഷർത്തുഹു, വുദൂഇൻ്റെ ഷർത്താകുന്നത് കൽ ഗുസ്ലി, കുളിയുടെ ഷർത്ത് പോലെ തന്നെയാണ്. ഏതാണ് ഷർത്ത്? ഒന്നാമത്തെ ഷർത്ത് മാ ഉൻ മുത്ലഖുൻ, മുത്തലക്കായ വെള്ളമായിരിക്കുക. ഒരു നിബന്ധനയും പറയാതെ, ഒരു പേരുമില്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റുന്ന വെള്ളത്തിനാണ് മാ ഉൻ മുത്തലഖ് എന്ന് പറയുക. ഉദാഹരണത്തിന് നാരങ്ങ വെള്ളം, ഇളനീര് വെള്ളം, അവലും വെള്ളം, സർവത്തിൻ്റെ വെള്ളം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്. അങ്ങനെ പേര് പറയാത്ത വെള്ളങ്ങൾക്കാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുക. അപ്പം മുത്തലക്കായ വെള്ളമായിരിക്കണം, വെള്ളം എന്ന് പറയാൻ പറ്റുന്ന സാധനമായിരിക്കണം അത്. അതേസമയം അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, ഉദാഹരണത്തിന് കിണർ വെള്ളം, തോട്ടിലെ വെള്ളം, പുഴവെള്ളം, കടൽ വെള്ളം, ഈ പറഞ്ഞ പേരുകൾ പ്രശ്നമല്ല. ഇതൊരു കൈതല്ല, അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കിണർ വെള്ളം എന്ന് പറഞ്ഞാലും പുഴവെള്ളം എന്ന് പറഞ്ഞാലും കടൽ വെള്ളം എന്ന് പറഞ്ഞാലും തോട്ടിലെ വെള്ളം എന്ന് പറഞ്ഞാലും അതൊക്കെ വുളൂഇന് പറ്റിയ വെള്ളമാണ്. ഹൗദിലെ വെള്ളം എന്ന് പറഞ്ഞാലും വുളൂഇന് പറ്റിയ വെള്ളമാണ്. അതേസമയം നാരങ്ങ വെള്ളം, പിന്നെ സോഡ, അങ്ങനെയുള്ള വെള്ളങ്ങളുടെ പേര് പറഞ്ഞാൽ ആ വെള്ളം വുളൂഇന് പറ്റിയതല്ല, അത് മാ ഉം മുത്തലഖല്ല. അപ്പോൾ മാ ഉം മുത്തലഖായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ ഷർത്ത്. കുളി സ്വഹീഹാവാനും ദേഹത്തുള്ള അഴുക്ക് പോകാനല്ല, കുളി സ്വഹീഹാവാൻ. കുളി എന്ന് പറയുന്ന അമൽ അത് ഫർളോ സുന്നത്തോ ആയിട്ട് ചെയ്യും. അത് ശരി കിട്ടാൻ വേണ്ടി, ഫർളോ സുന്നത്തോ ആയ കുളി അതിൻ്റെ കൂലി കിട്ടാനും അത് അശുദ്ധിയെ നീക്കാനും വേണ്ടി ആവശ്യം വരുന്ന കുളിയുടെ വുളൂഇൻ്റെ ഒക്കെ നിബന്ധനയാണ് ഒന്നാമത്തേത് മാ ഉം മുത്തലഖായിരിക്കുക. നിരുപാധികം, ഒരു ഉപാധിയും വെക്കാതെ വെള്ളം എന്ന് പറയുന്ന സാധനം കൊണ്ടായിരിക്കുക എന്നത്. രണ്ടാമത്തെ ഒരു നിബന്ധനയാണ് പറയുന്നത് ഗൈറു മുസ്തഅമലിൻ ഫി ഫർളിൻ, അത് മറ്റൊരു ഫർളിൽ ഉപയോഗിച്ച വെള്ളം അല്ലാതിരിക്കുക, മുസ്തഅമലായ വെള്ളം അല്ലാതിരിക്കുക. ഇപ്പോൾ ഫർളിൽ ഉപയോഗിച്ചത്, ഫർളായ കുളി കുളിച്ചപ്പോൾ ആ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം അതിങ്ങനെ ഒരു ബക്കറ്റിലേക്ക് തെറിച്ച് അതുണ്ട്, അത് ഇനി എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല? ഒരു ശുദ്ധീകരണത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് 2 കൊല്ലത്തുള്ള വെള്ളത്തിൽ നിക്ഷേപിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ വെള്ളങ്ങൾ ശേഖരിച്ച് 2 കൊല്ലത്തായാൽ അപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. 2 കൊല്ലത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഫർളിൽ ഉപയോഗിച്ച വെള്ളം ആകാതിരിക്കുക. വഗൈരി മുതനജ്ജിസിൻ, നജസ് കലർന്ന വെള്ളം അല്ലാതിരിക്കുക, മൂന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന മുസ്തഅമൽ അല്ലാതിരിക്കുക, മൂന്നാമത്തെ നിബന്ധന മുതനജ്ജിസ് അല്ലാതിരിക്കുക, നജസ് കലർന്ന വെള്ളം അല്ലാതിരിക്കുക. നാലാമത്തെ ഷർത്ത് വഅദ്മു ഹായിലിൻ, തടസ്സം ഇല്ലാതിരിക്കുക. അല കുല്ലി ഉദുവിൻ,
വുളൂഇന്റെ അവയവങ്ങളിലാണെങ്കിൽ വുളൂഇന്റെ ഫർളായ അവയവങ്ങളിൽ തടസ്സങ്ങളൊന്നും മറകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണം പറയുന്നത് കനൂറത്തിൻ ചുണ്ണാമ്പ് പോലെ, വസഹിൻ തഹ്തദു ഫിരിൻ നഖത്തിന്റെ അടിയിലെ ചെളി പോലെ. അപ്പം നഖത്തിന്റെ അടിയിലെ ചെളി, അതേപോലെ തന്നെ ചുണ്ണാമ്പ്, ഇൻസുലേഷൻ ടേപ്പ്, മെഴുക്, പശ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിൽ വെള്ളം തട്ടാത്ത, വെള്ളത്തിന് തടസ്സം നിൽക്കുന്ന സാധനങ്ങൾ വുളൂഇന്റെ അവയവത്തിൽ ഉണ്ടാകാൻ പാടില്ല. വുളൂഇന്റെ ഫർളായ അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. കുളിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അടുത്ത ഷർത്ത്. അപ്പൊ ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ വുളൂ ചെയ്യുകയാണെങ്കിൽ അയാളുടെ വുളൂ സ്വഹീഹാകും, അയാളുടെ കുളി സ്വഹീഹാകും. ഇവിടെ വുളൂഇന്റെയും കുളിയുടെയും ഷർത്തുകൾ ഒരുമിച്ചാണ് പറഞ്ഞത്. വുളൂഇന്റെ ഷർത്തുകൾ ഏതൊക്കെയാണോ അതൊക്കെ തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ. രണ്ടും ഒന്നാണ്, അതുകൊണ്ട് രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഒന്നാമത് പറഞ്ഞത് മാഉ മുത്ലഖ്, നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റുന്നത് കൊണ്ടായിരിക്കണം കുളി അല്ലെങ്കിൽ വുളൂ. രണ്ടാമത്തേത് ഫർളിൽ ഉപയോഗിച്ചതാകാൻ പാടില്ല, മുസ്തഅമലായ വെള്ളമാകാൻ പാടില്ല. മൂന്നാമത്തേത് മുതനജ്ജിസായ വെള്ളമാകാൻ പാടില്ല. നാലാമത്തേത് വെള്ളത്തെ തൊട്ട് തടയുന്ന മറ ശരീരത്തിലോ വുളൂഇന്റെ അവയവങ്ങളിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഉദാഹരണം കനൂറത്തിൻ, നൂറ് പോലെ. നൂറ് എന്ന് പറയില്ല, നമ്മൾ ചുണ്ണാമ്പിനാണ് നൂറ് എന്ന് പറയാം, അതിൻ്റെ അറബിയാണ് നൂറത്ത് എന്നുള്ളത്. അപ്പോൾ വസഹിൻ, ചെളി പോലെ, തഹ്ത ളുഫിരിൻ, നഖത്തിൻ്റെ അടിയിലുള്ള ചെളി പോലെ. ഇത്രയും ഷർത്തുകളാണ് ഈ കിതാബിൽ വുളൂഇൻ്റെയും കുളിയുടെയും ഷർത്തുകളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഫസ്ലുൻ ഫിൽ ഹദസി, അശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു ഫസ്ലാണിത്. ഫസ്ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് ഹെഡിങ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഒരു ബാബിലെ ഫസ്ൽ എന്ന് പറയുന്നത്. ഫസ്ലുൻ ഫിൽ ഹദസി, ചെറിയ അശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു ഫസ്ലാണിത്. അശുദ്ധി. അസ്ബാബുഹു അർബഅത്തുൻ, ഇതിൻ്റെ അശുദ്ധിയുടെ കാരണങ്ങൾ നാല് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അസ്ബാബ്, അതിൻ്റെ കാരണങ്ങളാകുന്നത് അർബഅത്തുൻ, 4 എണ്ണമാണ്. അൽ അവ്വലു, ഒന്നാമത്തെ കാരണം, തയക്കുനു ഖുറൂജി ഷൈഇൻ. തയക്കുനു ഖുറൂജി ഷൈഇൻ, വല്ല വസ്തുവും പുറപ്പെട്ടു എന്ന് ഉറപ്പിക്കലാണ്. വലൗ റീഹൻ, അത് കാറ്റാണെങ്കിലും ശരി. മിൻ അഹദി സബീലൈൻ, രണ്ടാലൊരു മാർഗത്തിലൂടെ. മുൻദ്വാരം പിൻദ്വാരം, അതാണ് സബീലൈൻ എന്ന് പറഞ്ഞത്. ആ രണ്ടാലൊരു ദ്വാരത്തിലൂടെ വല്ല വസ്തുവും പുറപ്പെട്ടു എന്ന് ഉറപ്പാവുക. സംശയം പോരാ, തോന്നൽ പോരാ, ഉറപ്പാകണം. അങ്ങനെ ഉറപ്പായാൽ ഹദസ്, അശുദ്ധി ഉണ്ടാകുന്നതാണ്. ഇല്ലൽ മനിയ, ഇല്ലൽ മനിയ, മനിയ് ഒഴികെ. അപ്പൊ ഇവിടെ ചെറിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് പറയുന്നത്. ഇവിടുത്തെ ഹദസ് കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ അശുദ്ധിയാണ്, അൽ ഹദസുൽ അസ്ഗറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലൽ മനിയ എന്ന് പറഞ്ഞത്. മനിയ് പുറപ്പെട്ടാൽ വുദൂ മുറിയുകയില്ല. മനിയ് പുറപ്പെട്ടാൽ, മനിയ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബീജത്തുള്ളി, ഇന്ദ്രിയം, അത് പുറപ്പെട്ടത് കൊണ്ട് വുദൂ മുറിയുകയില്ല. അതേസമയം അയാൾക്ക് കുളി നിർബന്ധമാകും. ഫലത്തിൽ അയാൾക്ക് ആ വുദൂ കൊണ്ട് വലിയ ഫായിദൊന്നും ഉണ്ടാവുകയില്ല. ഒരാൾക്ക് മനിയ് പുറപ്പെട്ടു, അഥവാ സ്വപ്നസ്ഖലനമോ, അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം എന്ന് പറയാൻ പറ്റില്ല, സ്വപ്നമാകുമ്പോൾ പിന്നെ ഉറക്കത്തിലാകും, അപ്പോൾ ഉറങ്ങിയാൽ വുദൂ മുറിയും, അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം ഒരാളുടെ മനിയ് പെട്ടെന്ന് അങ്ങ് പുറപ്പെട്ടു, എന്തോ ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അയാളെ മനിയ് പുറപ്പെട്ടു, അയാളുടെ ഔറത്തിലോ മറ്റോ ഒന്നും സ്പർശിച്ചിട്ടില്ല, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത ഒന്നും പുറത്തേക്ക് വന്നിട്ടുമില്ല എങ്കിൽ അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, പക്ഷെ അയാളുടെ വുളൂ മുറിഞ്ഞിട്ടില്ല. അപ്പോൾ വലിയ അശുദ്ധിക്കാരനായ ആൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഫായിദ ഉണ്ടോ? വലിയ ഫായിദയൊന്നും ഇല്ല. കാരണം അയാൾക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല, വലിയ അശുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ മുസാഹഫ് തൊടാനോ ചുമക്കാനോ പറ്റില്ല, വലിയ ശുദ്ധി ഉള്ളതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ അയാളെ ചെറിയ ശുദ്ധി എന്തായിട്ടില്ല, ചെറിയ ശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചെറുതുണ്ട്, വലുതില്ല. ഇതാണ് അയാളുടെ അവസ്ഥ. അപ്പോൾ വുളൂ മുറിയുന്ന, ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന ഒന്നാമത്തെ കാരണം, 4 കാരണങ്ങൾ ഈ കിതാബിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത വല്ല വസ്തുവും പുറപ്പെട്ടു എന്ന് ഉറപ്പുവരലാണ്. അസാനി, രണ്ടാമത്തേത് സവാലുൽ അഖ്ലി, ബുദ്ധി നീങ്ങലാണ്. ബിനൗമിൻ, ഉറക്കം കൊണ്ട് ബുദ്ധി നീങ്ങുക. ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, ഇരുപ്പുറപ്പിച്ച് ഉറങ്ങിയവന്റെ ഉറക്കമൊഴികെ.
ഇരുപ്പുറപ്പിച്ച് ഉറങ്ങിയവൻ്റെ ഉറക്കത്തിന് കുഴപ്പമില്ല. അപ്പം അത് നല്ല തടിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറക്കം വരുമ്പോൾ അയാൾ ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ അയാളുടെ ചന്തിയൊക്കെ നല്ല ഉറപ്പിച്ച് ആ ഗ്യാപ്പിലൂടെ ഒരു കാരണവശാലും കാറ്റ് പോകൂല എന്ന ദൃഢപ്രതിജ്ഞ ചെയ്ത്, അല്ലെങ്കിൽ അത്രയും ഒരു ഉറപ്പുള്ള ആൾക്കേ അങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ. ഇനി ഒരാൾ അങ്ങനെ ഇരുന്നു എന്നിട്ട് എഴുന്നേറ്റത് വേറെ കോലത്തിലാണെങ്കിൽ അയാളുടെ ഒളു മുറിഞ്ഞിട്ടുണ്ട്. ഏത് രൂപത്തിലാണോ ഇരുന്നത് ആ രൂപത്തിൽ തന്നെ എഴുന്നേൽക്കുന്ന നല്ല തടിയും വണ്ണമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഇത് പ്രാക്ടിക്കലായി നടത്താൻ സാധിക്കുകയുള്ളൂ, അഥവാ ഇരുപ്പുറപ്പിച്ച് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. തടിയില്ലാത്ത ആളുകൾ എങ്ങനെ ഇരുന്ന് ഉറപ്പിച്ചാലും നമ്മളൊന്ന് ഉറങ്ങിയാൽ ഒന്നാണ് തൂങ്ങിയാൽ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആ കാറ്റ് ചിലപ്പം പോകും. അപ്പോൾ ഇത് നല്ല തടിയുള്ളവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സവാലുൽ അഖ്ലി, ബുദ്ധിയുടെ വകതിരിവ് ബുദ്ധി നീങ്ങലാണ്. ബി നൗമിൻ, ഉറക്കം കൊണ്ട്. ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, ഇരുപ്പുറപ്പിച്ച ഉറങ്ങിയവൻ്റെ ഉറക്കമൊഴികെ. അങ്ങനെ ഉറങ്ങിയവൻ്റെ പിന്നെ വുളു മുറിയുകയില്ല. അസാലിസു, മൂന്നാമത്തേത് മസ്സു ഫർജിൽ ആദമി ബി ബത്നിൽ കഫ്, മുൻകൈയിൻ്റെ പള്ളഭാഗം കൊണ്ട്, മുൻകൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് മനുഷ്യൻ അവൻ്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ്. ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ പുരുഷനാകുമ്പോൾ അവൻ്റെ ലിംഗവും അതുപോലെ തന്നെ അവൻ്റെ വൃഷ്ണങ്ങളും അത് സ്പർശിച്ചാലാണ് വുളു മുറിയുക. കാലിൻ്റെ തുട സ്പർശിച്ചാൽ വുളു മുറിയില്ല, സ്വന്തമാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ചന്തിയുടെ ഭാഗം സ്പർശിച്ചതുകൊണ്ട് വുളു മുറിയില്ല. അതേസമയം ചന്തിയുടെ ഉൾഭാഗം സ്പർശിച്ചു, ആ ചന്തയുടെ വൃത്തം സ്പർശിച്ചാൽ വുളു മുറി. അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ സ്പർശിച്ചാൽ വുളു ഉണ്ടാക്കൽ സുന്നത്താണ്. വുളു മുറിയില്ല, വുളു ഉണ്ടാക്കൽ സുന്നത്താണ്. മറ്റുള്ളവരുടേതല്ലത് പറയുന്നത്, ഇത് സ്വന്താണ് പറയുന്നത്. മസ്സു ഫർജിൽ ആദമി, മനുഷ്യൻ്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ്. ബി ബത്നിൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. അറാബിഉ, നാലാമത്തേത് തലാഖി ബശറത്തൈ ദക്കരിൻ വ ഉൻസ അജ്നബിയൈനി കബീറൈനി, മുതിർന്നവരായ അന്യരായ ആണിൻ്റെയും പെണ്ണിൻ്റെയും ചർമ്മങ്ങൾ തമ്മിൽ സ്പർശിക്കലാണ്. തൊലി തമ്മിൽ ചേരലാണെന്ന് പറയുമ്പോണ്ട്. തലാഖി എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, തമ്മിൽ ചേരുക എന്നർത്ഥം. ബഷറത്തൈ, ബഷറത്ത് എന്ന് പറഞ്ഞാൽ തൊലിയാണ്, ചർമ്മം, സ്കിന്ന്. ബഷറത്തൈ ദക്കരിൻ വ ഉൻസ, പുരുഷൻ്റെയും സ്ത്രീയുടെയും. അപ്പോൾ ഏത് പുരുഷനും ഏത് സ്ത്രീയും ആവണം, അജ്നബിയൈനി, അന്യ സ്ത്രീ പുരുഷന്മാരാവണം. അത് തന്നെ കബീറൈനി, മുതിർന്നവരായിരിക്കണം. അപ്പോൾ ചെറിയ ഒരു കുട്ടിയെ നമ്മൾ തൊട്ടത് കൊണ്ട് ഒന്നും മുറിയില്ല. ചെറിയൊരു കുട്ടി നമ്മളെ തൊട്ടത് കൊണ്ട് ഒന്നും മുറിയില്ല. അന്യരാവണം, അതേപോലെ തന്നെ രണ്ടുപേരും മുതിർന്നവരുമായിരിക്കണം. ഇതാണ് നാലാമത്തെ വുളു മുറിയുന്ന, ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന നാലാമത്തെ കാരണം. ഇനി വലൗ തയക്കനൽ വുളു, ഒരാൾ വുളുവിൻ്റെ കാര്യത്തിൽ ഉറപ്പുള്ളവനായി, ഒരാൾ വുളു ഉറപ്പിച്ചു, വുളു എടുത്തുക്കണം എന്നുള്ളത് മൂപ്പർക്ക് ഉറപ്പാണ്. വശക്ക ഫിൽ ഹദസി, അശുദ്ധി ഉണ്ടായോ, ചെറിയ അശുദ്ധി ഉണ്ടായോ എന്ന് അയാൾക്ക് സംശയമാവുകയും ചെയ്തു. ചെറിയ അശുദ്ധി പിന്നെ വുളു ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. ലോറിസ്കരിക്കാൻ വേണ്ടി വുളു ഉണ്ടാക്കിയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അവളും കറക്കുന്ന വുളു ഉണ്ടാക്കിയൊക്കെ മൂപ്പർക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം വുളു മുറിഞ്ഞോ ഇല്ലേ എന്നുള്ള കാര്യം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വുളു മുറിഞ്ഞിക്കണോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമാണെങ്കിൽ ലം യജിബിൽ വുളു, അയാൾക്ക് വുളു നിർബന്ധമില്ല. അയാൾക്ക് അടിസ്ഥാനപരമായി വുളു ഉണ്ട് എന്നാണ് മസാല. കാരണം അയാൾ വുളു ഉണ്ടാക്കിയിരിക്കണമെന്ന് ഉറപ്പാണ്, നഷ്ടപ്പെട്ടത് സംശയമല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾ വുളു ഉണ്ടാക്കണമെന്നില്ല, അയാൾക്ക് വുളു നിർബന്ധമില്ല. വലൗ തയക്കനൽ ഹദസ, ഒരാൾക്ക് അശുദ്ധിയുടെ കാര്യത്തിൽ ഉറപ്പായി, അശുദ്ധി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായി. വശക്ക ഫിൽ വുളൂഇ, വുളു ഉണ്ടാക്കിക്കണോ ഇല്ലേ എന്നയാൾ സംശയിക്കുകയും ചെയ്താൽ വജബൽ വുളു, അയാൾക്ക് വുളു നിർബന്ധമാണ്. ഫസ്ലുൻ ഫിൽ ഗുസ്ലി, ഇത് കുളിയെക്കുറിച്ച് പറയുന്ന ഒരു ഫസ്ലാണ്. മൂജിബുഹു, കുളി നിർബന്ധമാകുന്ന കാര്യമാകുന്നത്, കുളിയെ നിർബന്ധമാക്കുന്ന കാര്യമാകുന്നത് ദുഖൂലു ഹഷ്ഫത്തിൻ ഫി ഫർജിൻ, ഒരു ഗുഹ്യഭാഗത്തേക്ക് ഹഷ്ഫ പ്രവേശിക്കലാണ്. പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗത്തിനാണ് ഹഷ്ഫ എന്ന് പറയുന്നത്. ഹഷ്ഫ പ്രവേശിക്കുന്ന ഒരു ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിക്കുക, അതാണ് കുളി നിർബന്ധമാക്കുന്ന ഒരു കാര്യം. വലൗലി ബഹീമത്തിൻ, അതൊരു മൃഗത്തിന്റെ ഗുഹ്യഭാഗമാണെങ്കിലും ശരി. മൃഗഭോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ. ഒരു മൃഗത്തിന്റെ ഗുഹ്യഭാഗത്തേക്ക്
ഒരു പുരുഷന്റെ ലിംഗം പ്രവേശിച്ചാലും അതോടുകൂടി കുളി നിർബന്ധമാകും, കുളിക്കൽ നിർബന്ധമാകും, അയാൾ വലിയ അശുദ്ധിക്കാരനായി മാറും. വഹുറൂജു മനിയിൻ, രണ്ടാമത്തേത് മനിയ് പുറപ്പെടലാണ്, മനിയ് പുറപ്പെടുക. മൗത്തു വൈരി ഷഹീദിൻ, മൂന്നാമത്തേത് കുളി നിർബന്ധമാകുന്ന മൂന്നാമത്തെ കാര്യം ഷഹീദല്ലാതെ മരിക്കലാണ്, ഷഹീദായിട്ടല്ലാതെ മരിക്കുക, ഷഹീദിനെ കുളിപ്പിക്കേണ്ടതില്ല. നാലാമത്തെ കാര്യം വൻഖിത്വാഉ ഹൈളിൻ വനിഫാസിൻ, ഹൈള് നിഫാസ് എന്നീ രക്തങ്ങൾ അവസാനിക്കലാണ്. ഹൈള് നിഫാസ് രക്തം, ആർത്തവ രക്തവും പ്രസവ രക്തവും, മെൻസസും അതുപോലെ തന്നെ പ്രസവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രക്തവും അത് നിലക്കലാണ്. വിലാദത്തുൻ, അടുത്തത് പ്രസവിക്കലാണ്. വലൗ ബില ബലലിൻ, അതൊരു നനവൊന്നുമില്ലാത്ത രൂപത്തിൽ പ്രസവിച്ചതാണെങ്കിലും ശരി, നനവൊന്നുമില്ലാത്ത രൂപത്തിൽ പ്രസവിച്ചതാണെങ്കിലും ശരി, പ്രസവിച്ചാൽ കുളി നിർബന്ധമാകും. അപ്പോൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഒന്ന് ഒരു ഗുഹ്യഭാഗത്തേക്ക്, അതൊരു മൃഗത്തിൻ്റെതാണെങ്കിലും ശരി, ഹഷ്ഫ പ്രവേശിക്കുക. രണ്ടാമത്തേത് ബീജം പുറപ്പെടുക. മൂന്നാമത്തേത് ഷഹീദല്ലാത്ത രൂപത്തിൽ മരിക്കുക. നാലാമത്തേത് ഹൈള് നിഫാസ് എന്നീ രക്തങ്ങൾ അവസാനിക്കുക. അഞ്ചാമത്തേത് പ്രസവിക്കുക, അത് നനവില്ലാതെയാണെങ്കിലും ശരി. ഫുറൂദുഹു ഷൈആനി, കുളിയുടെ ഫർളുകൾ രണ്ടെണ്ണമാണ്, രണ്ട് ഫർളേ ഉള്ളൂ കുളിക്ക്. വുളൂഇന് നമ്മൾ കുറച്ചധികം ഫർളുകൾ പറഞ്ഞിരുന്നു, കുളിക്കാകെ രണ്ട് ഫർളേ ഉള്ളൂ. അഹദുഹുമ, ആ രണ്ടിൽ ഒന്നാമത്തേത് നിയ്യത്തു അദാഇ ഫർളിൽ ഗുസ്ലി, കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് വെക്കലാണ്. ഇന്ദ അവ്വലി ഗുസ്ലി ജുസ്ഇൻ മിനൽ ബദൻ, ശരീരത്തിൻ്റെ ആദ്യ ഭാഗം കഴുകുന്ന സമയത്ത് തന്നെ, ശരീരത്തിൻ്റെ ആദ്യ ഭാഗം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് വെക്കുക. വസാനിഹിമ, അതിൽ രണ്ടാമത്തേത് ഗുസ്ലു കുല്ലിൽ ബദനി, ശരീരം മുഴുവനും കഴുകലാണ്. അപ്പോൾ കുളിയാണല്ലോ, അപ്പോൾ ശരീരം മുഴുവനും കഴുകണം. എത്രത്തോളം കഴുകണം? ഹത്താ ബാത്തിനിൽ ഖുൽഫത്തി, അഖ്ലഫായ ആളാണെങ്കിൽ, ലിംഗാഗ്ര ചർമ്മം നീക്കാത്ത ആളാണെങ്കിൽ ആ കുൽഫയുടെ ഉള്ളു വരെ കഴുകണം. അത് നീക്കേണ്ടതാണ്, നീക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വരെ കഴുകണം. വയുസന്നു, കുളിയുടെ സുന്നത്താണ് ഇനി പറയുന്നത്. വയുസന്നു തസ്മിയത്തു, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വദൽക്കൽ ബദനി, ശരീരം തേച്ചൊരച്ച് കഴുകൽ സുന്നത്താണ്. കുളിയുടെ സുന്നത്തിൽ രണ്ടാമത്തേത് ശരീരം തേച്ചൊരച്ച് കഴുകുക. തഅഹുദുൽ മആതിഫി, ചുക്കിച്ചുളിവുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴുകുക, മൂന്നാമത്തേത്. വൽ മൽമലത്തു, വായിൽ വെള്ളം കുപ്പിളിക്കുക. വൽ ഇസ്തിൻഷാഖു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇതൊക്കെ കുളിയുടെ സുന്നത്താണ്. കുളിക്കുമ്പോൾ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും സുന്നത്തുണ്ട്. വത്തസ്ലീസു, 3 തവണ ചെയ്യുക. കുളിക്കുന്നതൊക്കെ തല 3 തവണ കഴുകുക, അങ്ങനെ ശരീരം മൊത്തം 3 തവണ കഴുകുക. വസത്റുൽ ഔറതി ഫിൽ ഖൽവ, കുളിയുടെ സുന്നത്താണ് പറയുന്നത്. വസത്റുൽ ഔറതി ഫിൽ ഖൽവ, വിജനമായ സ്ഥലത്താണ്, മറ്റാരുമില്ലാത്ത സ്ഥലത്താണ് നിന്ന് കുളിക്കുന്നത് എങ്കിൽ ഔറത്ത് മറക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താണ്. വൽ വുളു ഖബ്ലഹു, കുളിയുടെ മുമ്പ് വുളു നിർവഹിക്കുക. കുളിക്കുന്നതിൻ്റെ മുമ്പ് ഒരു വുളു ഉണ്ടാക്കുക. ഫർളായ കുളി കുളിക്കുന്നതിന് മുമ്പ് ഒരു വുളു ഉണ്ടാക്കൽ സുന്നത്തുണ്ട്. ആ വുളു മുറിയാതെ അവസാനം വരെ സൂക്ഷിക്കലും സുന്നത്തുണ്ട്. വശഹാദത്താനി ആഖിറഹു, കുളി കഴിഞ്ഞാൽ, വുളു കഴിഞ്ഞാൽ ചെയ്യുന്നത് പോലെ 2 ഷഹാദത്ത് കലിമ ചൊല്ലി ആ ദുആ നിർവഹിക്കുക. ഇത്രയുമാണ് കുളിയുടെ സുന്നത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ഭാഗം സിഫത്തു സ്വലാത്താണ്, നിസ്കാരത്തിൻ്റെ രൂപമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ നൽകട്ടെ. ഈ ഇൽമ കൊണ്ടൊക്കെ നമുക്ക് ജീവിതത്തിലെ അമല് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.